നമ്മൾ ഒതുങ്ങിപ്പോകുന്ന നീ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നുള്ള ഒരു എംപവർമെന്റ് അല്ലേ? ഞാൻ ഈ ഫീൽഡിലേക്ക് എത്താനുള്ള കാരണം, അതായത് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ മോണോ ആക്ട് മിമിക്രി വിന്നറായിരുന്നു. അങ്ങനെയാണ് കലാഭവനിലെത്തിയത്. കലാഭവനിലൊരു സുപ്രഭാതത്തിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് അച്ഛൻ എന്നെ നിയോഗിക്കുകയാണ്, സ്ക്രിപ്റ്റ് ചെയ്യാനും ഇതും വേണ്ടി. അങ്ങനെ അച്ഛൻ നിയോഗിച്ചു, പഠിപ്പിക്കാൻ പോയി, അതങ്ങനെ വിട്ടു. പിന്നെ ഒരു വർഷം പഠിപ്പിച്ചു, ഒരു കുട്ടിയെ പഠിപ്പിച്ചപ്പോൾ ആ കുട്ടി സ്റ്റേറ്റ് വിൻ ചെയ്തു. അടുത്ത വർഷം വേറൊരു കുട്ടി വന്നു, ആ കുട്ടിയും വിൻ ചെയ്തു. ആ ഇപ്പോൾ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. മൂന്നാമത്തെ വർഷം വന്നത് രചനാ നാരായണൻ കുട്ടിയാണ്, അവളും വിൻ ചെയ്തു. പിന്നെ അവിടുന്ന് കേരളത്തിലെ ഒരുവിധ എല്ലാ ജില്ലകളിൽ നിന്നും 14 ജില്ലകളിൽ നിന്നും റെപ്രസെൻറ്റേഷൻ ഉണ്ടായിട്ടുള്ള വർഷങ്ങളുണ്ട്. ഒത്തിരി പേര് ഇതാവുമ്പോൾ നമ്മളെന്താ പറയുക, ആവശ്യക്കാരന് ഔചിത്യം എന്ന് പറയുന്ന പോലെ പുതിയ പുതിയ വിഷയങ്ങളും സ്റ്റൈലുകളും അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തി സ്ക്രിപ്റ്റുകൾ എഴുതി. എൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ വേറൊരാളുടെ സ്ക്രിപ്റ്റും ഇന്ന് വരെ എടുത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം പത്രവായനയുണ്ട്, ചാനൽ ന്യൂസുകൾ കാണലുണ്ട്. പിന്നെ എന്താ പറയുക, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഒരു കക്ഷി രാഷ്ട്രീയം ഞാൻ അടിച്ചേൽപ്പിക്കാറില്ല, അല്ലെങ്കിൽ പറയാറില്ല. അപ്പോൾ ആ തരത്തിലുള്ള സ്ക്രിപ്റ്റുകളാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ എഴുത്ത് അന്നും ഒരു ഹരമാണ്. പിന്നെ സിനിമയുടെ പുറകിൽ പോകാത്തത് അത് പോയിട്ടില്ല, അതാണ്. പക്ഷേ ജീവിതവുമായിട്ട് ഫാമിലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതാവുമ്പോൾ അതിൻ്റെ പുറകിൽ കളയാൻ ഞാൻ സമയം കണ്ടെത്തിയിട്ടില്ല. ഇത് വിട്ടിട്ട് പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പോൾ ഓരോ വർഷവും കുട്ടികളുടെ പഠിപ്പിക്കുന്നതിൻ്റെ സ്റ്റൈലും ഇത് മാറ്റിക്കൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ ഈ രംഗത്ത് പൂർണ്ണമായും തൃപ്തനാണ്. അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. അതിലിപ്പോൾ നാളെ അവതരിപ്പിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. നാളെ നമ്മുടെ 3-4 പേരുണ്ട്, അവർ അവതരിപ്പിക്കുന്ന പറയുന്നില്ല. അപ്പം ഇന്ന് അവതരിപ്പിച്ച വിഷയങ്ങൾ മാളവിക അവതരിപ്പിച്ചത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നമ്മുടെ കൊല്ലം ജില്ലയിലെ ഉണ്ടായിട്ടുള്ള ഇതിനെ നോക്കിയിട്ട് പറയുന്നത്. അപ്പോൾ കൊല്ലം ജില്ലയിൽ ഉള്ള വിഷയം ചെയ്തതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, കൊല്ലത്ത് നിന്ന് വന്ന ജില്ലയിൽ ചെയ്തപ്പോൾ അരിക്കൊമ്പനാണ് ചെയ്തത്. അതുപോലെ അരിക്കൊമ്പൻ ചെയ്ത കുട്ടിയാണ് കൈബുക്ക് ഇവിടെ. അപ്പോൾ 2 ജില്ലയിൽ നിന്ന് ഒരേ ഐറ്റം വന്നപ്പോൾ ഒരു ഐറ്റം മാറ്റണം എന്നുള്ള, അതായത് ഒരേ വേദിയിൽ 2 കുട്ടികൾ ഒരൈറ്റം ചെയ്യരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി വന്നപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് ഐറ്റം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ തന്നെ മാറ്റിക്കോളാം, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊല്ലത്ത് വന്നു. അപ്പോൾ എന്ത് വിഷയം ചെയ്യണമെന്നുള്ള ചർച്ചയായി വന്നപ്പോഴാണ് പത്രത്തിൽ ഈ അടുത്ത കൊല്ലം കലോത്സവവുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലെ വിശേഷങ്ങളുമായിട്ടുള്ള സപ്ലിമെൻ്ററികളൊക്കെ വന്നത് പല പത്രങ്ങളിലും. അപ്പോൾ അത് വന്നപ്പോൾ അതിൽ നിന്നും കണ്ടൻറ്റ് എടുത്ത് ആലോചിച്ചപ്പോൾ കൊല്ലത്താണ് ഏത് വിഷയമുണ്ടെങ്കിലും, ഏത് അഴിഞ്ഞ കേസുണ്ടെങ്കിലും കൊല്ലമാണ്, ഏറ്റവും നല്ല കേസുണ്ടെങ്കിലും കൊല്ലമാണ്. ഒളിച്ചോട്ടവും കൊല്ലത്താണ്, പപ്പടത്തിന് വേണ്ടി അടിയുണ്ടായതും കൊല്ലത്താണ്. അതേസമയം ഓസ്കാർ അവാർഡ് കിട്ടിയതും ഈ കൊല്ലത്തിന് തന്നെയാണ്. അതുപോലെ പ്രളയമുണ്ടായതും കൊല്ലത്താണ്, പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊന്നതും കൊല്ലത്താണ്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം വരുമ്പോൾ കൊല്ലത്തുകാരെന്ന് പറയുമ്പോൾ നമുക്ക് കുറേ പഴഞ്ചൊല്ലുകളുണ്ട്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, പിന്നെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അപ്പോൾ ആ തരത്തിൽ അതുകൊണ്ട് ഈ കണ്ടതൊന്നുമല്ല കൊല്ലം. അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ കഥാപാത്രങ്ങളെ, കൊല്ലത്തിലെ കഥാപാത്രങ്ങളെ, ഇപ്പോൾ നമ്മളുടെ മുകേഷിൻ്റെ ഒക്കെ സംസാര ശൈലി എടുത്ത് അണ്ണ അളിയ എന്നുള്ള ഭാഷകളും കൂടെ ക്ലബ്ബ് ചെയ്തു വന്നപ്പോൾ അതിൽ നല്ലൊരു പൊളിറ്റിക്സ് കൊടുക്കാൻ പറ്റും. അത് കൊല്ലത്തിലെ സ്ത്രീകൾ നല്ലവരായതുകൊണ്ടാണ് കൊല്ലം കണ്ടവനില്ലം വേണ്ടാന്ന് മറ്റുള്ള ജില്ലകളിലുള്ളവർ പറയുന്നത് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് മാളവികയ്ക്ക് കഴിഞ്ഞു. അത് ഉൾക്കൊണ്ട് ചെയ്യാനും പറ്റി, ചെയ്യുകയും ചെയ്തു. പിന്നെ നമ്പിനാരായണൻ്റെ വിഷയമാണെങ്കിൽ ഇത്തവണ റീലോഡ് ചെയ്ത് വന്ന വിഷയമാണ്. പണ്ടൊരിക്കലും ഞാൻ ഈ സബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ അവാർഡ് വന്നപ്പോൾ, സിനിമയുടെ അവാർഡ് കൂടെ വന്നപ്പോൾ ആ ക്യാരക്ടറിനെ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായിട്ട് വന്നപ്പോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്താണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് നല്ല വിഷയങ്ങൾ
പ്രൈസ് കിട്ടാതെ സബ് ജില്ലകളിൽ നിന്ന് കയറാതെ വന്നിട്ടുണ്ട്. അത് വിഷമം തന്നെയാണ്. അതായത് ഒന്ന് വൈറലാകാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന വ്യഗ്രത വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്തിരുന്ന കുട്ടിയാണ്, ബാഡ് ലക്ക് കിട്ടിയില്ല. പിന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അമ്മ എന്നുള്ളൊരു കൺസെപ്റ്റ് ട്രാൻസ്ജെൻഡർ വരുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനുള്ളത്. പിന്നെ ഇപ്പോഴത്തെ തട്ടത്തിൻ്റെ പ്രശ്നം, മലപ്പുറത്തെ സ്ത്രീകൾ തട്ടമിടുന്നത് ഒരു വിഭാഗത്തിൻ്റെ പ്രേരണ കൊണ്ടാണ്, അല്ലെങ്കിൽ തട്ടം മാറ്റിയത് ഒരു വിഭാഗത്തിൻ്റെ പ്രവൃത്തി ഗുണം കൊണ്ടാണ് എന്നൊക്കെ വരുമ്പോൾ അതിനെ ബേസ് ചെയ്ത് തട്ടമല്ല തട്ടകമാണ് പ്രശ്നം എന്നുള്ളൊരു പൊളിറ്റിക്സിലൂടെ അത് ചെയ്തു. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഫുൾ A+ കിട്ടുന്ന ഇത് കുട്ടികളുടെ എന്താ പറയുക, വിദ്യാഭ്യാസ നിലവാരം താഴത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു വിഷയം എടുത്തിരുന്നു. പിന്നെ ഏതാണ് പിന്നെ നമ്മളുടെ കുട്ടികൾ, നമ്മുടെ ടീച്ചേഴ്സ്, കേരളത്തിലെ ടീച്ചേഴ്സ് കുട്ടികളുമായി ഡെഡിക്കേറ്റഡ് ആണ്. അതേസമയം നോർത്ത് ഇന്ത്യയിലെ ടീച്ചേഴ്സ് ഒരു കുട്ടീനെ കൊണ്ട് തന്നെ മറ്റു കുട്ടികളെ തല്ലിപ്പിക്കുന്ന ആ ഒരു കൾച്ചറിന് എതിരായിട്ട് നമ്മുടെ കവിതകളെ കണക്ട് ചെയ്ത് പെരുന്തച്ഛനെയും ദ്രോണരെയും നമ്മുടെ എന്താ പറയുക ഭൂതത്തിനെയും കണക്ട് ചെയ്ത് ഇന്നത്തെ ടീച്ചേഴ്സ് അനുഭവിക്കുന്ന ടെൻഷൻ എന്നുള്ള രീതിയിൽ അതും ചെയ്യുക. അതൊന്നും ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റിയില്ല. എന്നാലും എത്തിയ വിഷയങ്ങളെല്ലാം കുട്ടികൾ നല്ല രീതിയിൽ, പിന്നെ നമ്മുടെ നാടകം, ദൈവത്താറ് നാടകം, കാവാലം നാരായണപ്പണിക്കരുടെ ദൈവത്താറ്, അപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടും ആനുകാലികം മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള വിഷയങ്ങളും അതേമാതിരി സാഹിത്യപരമായിട്ടുള്ള വിഷയങ്ങളും നാടകങ്ങളും എല്ലാം റെഫർ ചെയ്തിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാ നമ്മുടെ പുള്ളിക്കാരത്തി ചെയ്തതാണെന്ന് വെച്ചാൽ ചെയ്തു വന്നു. പിന്നെ വിഷയം അതിലേക്ക് എത്തുകയായിരുന്നു. നമ്മുടെ സാക്ഷി മാലിക്കിൻ്റെ വിഷയം, ഇന്ന് ഇന്ത്യയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരന്തത്തിന് കാരണം നമ്മുടെ തലപ്പത്തിരിക്കുന്നവരുടെ പിടിപ്പുകേടാണ് എന്ന് വരുമ്പോൾ ഇവിടുത്തെ നിയമം തന്നെ അതിന് മുന്നോട്ട് വന്ന് സ്ത്രീകൾക്ക് വേണ്ടി കൈകോർക്കുന്നു. സാക്ഷി മാലിക്ക് ഊരിവെച്ച ഷൂ നമ്മുടെ നീതി ദേവത എടുത്തണിയുന്നതായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അതും എല്ലാം റിലവൻ്റായിട്ട് വന്നു എന്നുള്ളത് എന്താ പറയുക, നമ്മുടെ ഒരു ഒബ്സർവേഷൻ്റെ ഭാഗ്യം എന്ന് പറയും. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ചെയ്തപ്പോൾ ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലെല്ലാം നിറഞ്ഞ വാർത്തകളായിരുന്നു ഞാൻ എഴുതിയ മോണോ ആക്റ്റുകളുടെ കണ്ടൻറ്റ്. സാറിൻ്റെ ശിക്ഷണത്തിൽ പഠിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായി കരുതിക്കൊണ്ട് വേദി നമ്പർ 8 നിന്നും ക്യാമറമാൻ ഫാസിലിനൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻഡ് ബിൽഡേഴ്സ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.